യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. കാലവേറെയില്ലല്ലോ കാകളൊന്നും കേട്ടിടാൻ, കാലവേറെയില്ലല്ലോ കാകളൊന്നും കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന ചോദ്യവുമായി ഒരുവൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നതായി ലൂക്കോസ് 13:23 വായിക്കുന്നു. കർത്താവ് അതിന് നൽകിയ മറുപടി, കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും തെക്കു നിന്നും വടക്കു നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും. ലൂക്കോസ് 13:29. അനീതി പ്രവർത്തിക്കുന്നവർക്ക് അവിടെ പ്രവേശനമില്ല എന്ന് 27 വാക്യത്തിൽ പറയുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമല്ല, അനേകരായിരിക്കും. യോഹന്നാൻ ഉണ്ടാകും ദർശനത്തിൽ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എന്നെ കൂടാത്ത പുരുഷാരത്തെയാണ് കാണുന്നത്. വെളിപ്പാട് 7:9. അതായത് ക്രൂശിലെ യാഗത്താൽ തുടക്കം കുറിച്ച വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പുതിയ നിയമവിശ്വാസികളും അതോടൊപ്പം പഴയ നിയമവിശ്വാസികളായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങി സകല പ്രവാചകന്മാരുമായി ലൂക്കോസ് 13:27. എണ്ണി തീർപ്പാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു വലിയ സമൂഹമായിരിക്കും അവിടെ കാണപ്പെടുന്നത്. ഈ സമൂഹത്തിൽ കാണപ്പെടുന്നതിനുള്ള യോഗ്യത കുഞ്ഞാൻ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കണം എന്നത് മാത്രമാണ്. വെളിപ്പാട് 7:14. ഇവിടെ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യർ 1:14. യെശയ്യാവ് പറയുന്നത് നമ്മളുടെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ കടുചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആകും എന്ന യെശയ്യാവ് 1:18. നാം ഓരോരുത്തരുടെയും പാപം മൂലമായി യേശു ക്രൂശിൽ തൂക്കപ്പെട്ടത്. നമ്മെ വീണ്ടെടുക്കുവാൻ യേശു തൻ്റെ രക്തം ഊറ്റിത്തന്നു. നമ്മെ വീണ്ടെടുത്തത് ക്രിസ്തു എന്ന കുഞ്ഞാടിനെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ട. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കുചേർന്നവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങൾ ലോകസ്ഥാപനം മുതലേ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ പിതാവിനോട് ചേർന്ന് പ്രവർത്തിപ്പാനാണ് ഞാൻ പോകുന്നത്. സ്ഥലമൊരുക്കി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. ദൈവരാജ്യ അനുഭവത്തിൽ പങ്കുചേരുന്നതിന് ആർക്കും വിലക്കില്ല. എന്നാൽ അവിടെ പ്രവേശിക്കണമെങ്കിൽ അതിന് തക്ക യോഗ്യത ഉണ്ടായിരിക്കണം. അതിനുള്ള യോഗ്യത ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുക എന്നതാണ്. മത്തായി 5:8. അതായത് ശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ശുദ്ധീകരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി മാത്രമെന്ന് മുകളിൽ കണ്ടുവല്ലോ. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്നവർ, ഇവർ ആരും തന്നെ ശുദ്ധീകരിക്കപ്പെട്ടവർ അല്ല. അവരുടെ ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയെന്ന് വെളിപ്പാട് 21:8 പിശാചിനും അവരുടെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്ന് മത്തായി 25:41 രേഖപ്പെടുത്തിയിരിക്കുന്നു. സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന എണ്ണിത്തീർക്കുവാൻ സാധിക്കാത്ത പുരുഷാരത്തെക്കുറിച്ച് പറയുന്നത്
ഇവർ മഹാകഷ്ടത്തിൽ വന്നവർ, കുഞ്ഞാൻ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ എന്ന വെളിപ്പാട് 7:14. ഈ ലോകത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ കൂടിയും ശുദ്ധീകരണം ഉണ്ടാവില്ല. യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ നമുക്ക് നീതീകരണം ലഭിക്കൂ. റോമർ 5:9. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം മാത്രമാ. 1 തെസ്സലോനിക്കർ 4:3. ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന വലിയ പുരുഷാരം മഹാകഷ്ടത്തിൽ കൂടി വന്നവരാണ് എന്ന വെളിപ്പാട് 7:14 പറയുന്നത്. വിശ്വാസ ജീവിതത്തിൽ അനേക കഷ്ടതകൾ ഉണ്ടാവും. കഷ്ടതകളുടെ മധ്യത്തിൽ ആരും തന്നെ പതറിപ്പോകേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അനേകം കഷ്ടങ്ങളിൽ കൂടിയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 14:22 രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. വെളിപ്പാട് 7:10. വില കൊടുത്താൽ കിട്ടുന്നതല്ല രക്ഷ. എഫെസ്യർ 2:8 പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ദൈവം നമുക്കായി തൻ്റെ പുത്രനെ നൽകുകയും പുത്രൻ കുരിശിൽ യാഗമായി തീരുവാൻ അനുവദിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ നാം ഉൾപ്പെട്ടത്. ദാനമായി നൽകിയെങ്കിലും അത് പ്രാപിപ്പാൻ ക്രൂശോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ കുഞ്ഞാട് നമ്മെ ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നടത്തുകയും എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയുകയും ചെയ്യും. വെളിപ്പാട് 7:16-17 ആ നല്ല നാളിനായി പ്രത്യാശയോട് നമുക്ക് കാത്തിരിക്കാം. കർത്താവേ, കൃപയാൽ ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിന് എന്നെയും പങ്കാളിയാക്കണമേ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാം. താങ്കൻ വരാറായി നാമും പോകാറായി. താങ്കൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ